സൗജന്യ യാത്ര പ്രഖ്യാപിച്ച പിന്നീട് നിർത്തലാക്കേണ്ടി വന്ന മുൻ അനുഭവമാണ് KSRTCക്ക് മുന്നിലുള്ളത്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഗതാഗത മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. എന്നാൽ KSRTC നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഇത് നിർത്തലാക്കേണ്ടി വന്നു. വ്യക്തമായ ആസൂത്രണത്തോടെ വേണം സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്നാണ് ആവശ്യം. ഡീസൽ വില കുറഞ്ഞതുവഴിയുണ്ടായ 16.5 ലക്ഷം രൂപയുടെ പ്രതിദിന ലാഭമാണ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിദ്യാർത്ഥി സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചത്. വലിയ കയ്യടികളോടെ വന്ന പദ്ധതി പക്ഷേ അധികകാലം മുന്നോട്ട് പോയില്ല എന്നതാണ് വസ്തുത. പദ്ധതി വഴിയുള്ള നഷ്ടം കുമിഞ്ഞ് പ്രതിദിനം 42 ലക്ഷം എത്തിയപ്പോൾ KSRTC സർക്കാരിന് മുന്നിൽ കൈകൂപ്പി. സഹായമൊന്നും ലഭിച്ചതുമില്ല. പദ്ധതി നിർത്തലാക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം പൂർണ്ണമായി സൗജന്യമാക്കി മാറ്റിയ ഒരു സാഹചര്യം അത് തിരുവഞ്ചൂർ സാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊന്നും ഉണ്ടായ KSRTCക്ക് ഉണ്ടായ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ അന്ന് സർക്കാർ ഇടപെട്ടില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. കേവലമായൊരു പ്രഖ്യാപനങ്ങൾക്കപ്പുറം അത് നന്നായി പഠിച്ച് മാത്രമേ ആ കാര്യങ്ങൾ നടപ്പിലാക്കാവൂ എന്നാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അഭിപ്രായപ്പെടുന്നത്. നിലവിൽ KSRTC 4 ടയറിൽ ഓടുന്നത് സർക്കാർ സഹായത്തിലാണ്. എല്ലാ മാസവും ശമ്പള വിതരണത്തിന് 50 കോടിയും പെൻഷൻ വിതരണത്തിന് 75 കോടിയും ഉൾപ്പെടെ 125 കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട്. സ്ത്രീ സൗജന്യ യാത്ര നടപ്പിലാക്കണമെങ്കിൽ ഇതിനോടൊപ്പം 150 കോടി രൂപ കൂടി പ്രതിമാസം സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇത്രയും വലിയ തുക എല്ലാ മാസവും സർക്കാരിന് കൊടുക്കാനാവുമോ എന്നത് ചോദ്യചിഹ്നമാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ആശങ്ക ശമ്പളം മുടങ്ങുമോ എന്നതിലാണ്. ഹരിയാന, ആന്ധ്ര, തെലങ്കാന RTC മാതൃകയിൽ KSRTCയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.